പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നൊരു വലിയ ഫാക്ടറാണ്. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മളുടെ കയ്യിൽ അത് നിൽക്കുക. കൊടുത്തൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. 32-35 lakhs വരെ കിട്ടാതിരുന്നിട്ടുണ്ട്. പോയത് കിട്ടിയില്ലെങ്കിലും ഇനി കിട്ടുന്നത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. എന്നെ ഫ്രണ്ട്സ് നിർബന്ധിച്ചു വിളിച്ചു. എനിക്ക് അവരോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പോയി അഭിനയിച്ചു. നമുക്ക് ഫസ്റ്റ് 2000 രൂപയാണ് ആദ്യത്തെ പരസ്യത്തിൽ നിന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ ഇനീഷ്യലി തൊട്ടേ നമുക്ക് ഈ ഫീൽഡിൽ കറക്റ്റായിട്ട് പേയ്മെന്റ്സ് തരും? ഉറപ്പായിട്ടില്ല. എന്താ പറയുക, എനിക്ക് പേയ്മെന്റ് ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ, ഞാൻ പേയ്മെന്റ് തന്നാൽ രാവിലെ അക്കൗണ്ടിൽ വീണ ഡബിങ്ങിന് വരുള്ളൂ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ചോദിക്കും, ചേട്ടാ ഇതല്ലല്ലോ ഒന്ന് പറഞ്ഞിരുന്നേ, അഞ്ജലി നമുക്ക് നെക്സ്റ്റ് പടത്തിൽ കാണാം. ഓക്കെ ശരി. അത് ആക്ച്വലി ആളുകൾ യൂസ് ചെയ്യാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഈ പാവത്തരം എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് ഒബ്വിയസ്ലി ഇപ്പൊ നമ്മളുടെ കുട്ടികൾ നമ്മൾ സ്ട്രഗിൾ ചെയ്ത പോലെ സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല. അത് രണ്ട് രീതിയിലും ആലോചിക്കാറുണ്ട്. ശരിക്കും ചിലവര് സ്വർണം കൊണ്ട് മൂടിയിട്ടുള്ളവരാണെങ്കിൽ പോലും അവരുടെ മക്കള് അങ്ങനെ തന്നെ വരരുത്, സ്ട്രഗിൾ ചെയ്ത് വരട്ടെ, അവരില്ലായ്മ പഠിക്കട്ടെ. ചിലവര് നമ്മളിത് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയത് ഇവർക്ക് വേണ്ടിയിട്ടല്ലേ, ഇവരതങ്ങ് അനുഭവിക്കട്ടെ ചെയ്യുന്നവരും ഉണ്ടാവും. ഇപ്പൊ ചെറിയ മോളാണെങ്കിൽ പോലും ഇപ്പൊ 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരു അമ്മ അത് വാങ്ങിച്ചു തരുമോ, പൈസ ഉണ്ടോ അമ്മയുടെ കയ്യില്, അച്ഛാ അത് വാങ്ങിച്ചു തരും, ക്യാഷ് ഉണ്ടോ, എവിടുന്ന് അത് അവർക്ക് കിട്ടിയെന്നറിയില്ല. പക്ഷെ അവൾ ആദ്യം ചോദിക്കുക അതാണ്, പൈസ ഉണ്ടോ അമ്മയുടെ കയ്യില്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് മലയാള സിനിമയിൽ എത്തി, സ്വന്തം പ്രയത്നം കൊണ്ടും സ്വന്തം കഴിവുകൊണ്ടും മാത്രം നല്ല ക്യാരക്ടർ റോൾസ് ചെയ്ത് ഇന്ന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വിന്നറായിട്ട് എത്തി നിൽക്കുന്ന അഞ്ജലി നായരാണ്. വെൽക്കം അഞ്ജലി ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുഷ്. താങ്ക് യു സോ മച്ച്. അഞ്ജലി 6 years മുതൽക്ക് അഭിനയിക്കാൻ തുടങ്ങി. അപ്പം മാനത്തെ വെള്ളിത്തേര്, മംഗല്യസൂത്രം, ലാളനം, അങ്ങനെ ഇൻറ്റൻഷനലി പോയതല്ല അഭിനയിക്കാൻ. അച്ഛനെയും അമ്മേനെയും കുറച്ച് സുഹൃത്തുക്കൾ, അവരുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം കുട്ടികളെ ആവശ്യമുണ്ട്. അപ്പം ഞങ്ങളൊരു ഒരു ഒരു എന്താ പറയുക, മാജിക്കിന് കൊണ്ടുപോകുന്ന പോലെ, അല്ലെങ്കിൽ പാർക്കിൽ കൊണ്ടുപോകുന്ന പോലെ, ഒരു നേരം പോക്ക് പോലെയാണ് നമ്മൾ ആ സെറ്റുകളിൽ ഇവർ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. കുറച്ച് കുട്ടികളുടെ പോർഷൻസൊക്കെ ചെയ്തു കൊടുത്തു. ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമാണ് അതൊക്കെ. അന്ന് മനസ്സിൻ മടിയിലെ മാൻതളരി എന്നൊക്കെ വരികൾ ഫാസിൽ സാർ പഠിപ്പിച്ചൊക്കെ ഓർമ്മകളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവും. പിന്നെ അങ്ങനെ സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുമില്ല. പിന്നെ ലേറ്റർ ഓൺ എപ്പോഴാണ് എഗെയിൻ ഫീൽഡിലേക്ക്? 2006 എൻഡിലാണ് കുറച്ച് സുഹൃത്തുക്കളെ കാണാനിടയായതും അവർ വഴി ഇങ്ങനെ എന്തെങ്കിലും ആങ്കറിങ് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരുന്നു ഗ്രോത്ത്. അങ്ങനെ അവരുടെ പ്രേരണയിൽ ആങ്കർ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു, ആൽബംസ് ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തു. പിന്നീട് തമിഴ് സിനിമയിൽ നായികയായി. അങ്ങനെ 3 സിനിമയിൽ നായികയതിന് ശേഷമാണ് മലയാള സിനിമയിൽ വന്നത്. അങ്ങനെ 152ഓളം സിനിമകൾ പല ഭാഷകളിലായിട്ട് ഇപ്പോൾ ചെയ്ത് നിൽക്കണം. ഇത് തുടങ്ങിയപ്പം മോഡലിംഗ് ചെയ്തിരുന്നു അല്ലേ കുറേ കാലം? അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പം ഇനീഷ്യലി നമുക്ക് കുറേ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് എന്താ ചെയ്തിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? അന്നൊക്കെ അത് മാനേജ് ചെയ്തിരുന്നോ? ഒന്നാമതേ ഞാൻ ഇതിൽ പേയ്മെൻറ്റ് കിട്ടുമെന്ന് കരുതിയിട്ട് പോയ ഒരാളല്ലല്ലോ. എന്നെ ഫ്രണ്ട്സ് നിർബന്ധിച്ചു വിളിച്ചു. എനിക്ക് അവരോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പോയി അഭിനയിച്ചു. അപ്പം അഭിനയിച്ചിരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് 2000 രൂപയാണ് ആദ്യത്തെ പരസ്യത്തിൽ നിന്ന് കിട്ടിയിരുന്നത്. അപ്പം ഞങ്ങൾ ഫാമിലിയുടെ ഇടയ്ക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറേ കുട്ടികൾ ട്യൂഷൻ എടുക്കുമായിരുന്നു, ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ പറയും, നീ എത്ര പേരെ പഠിപ്പിച്ചാലാണ് നിനക്ക് ഈ 2000 രൂപ കിട്ടുന്നത്, അപ്പോൾ നീ അത് വെച്ചിട്ട് പോയി 2000 രൂപ വാങ്ങിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അപ്പോഴും ഈ 2000 രൂപ കിട്ടുമ്പം എന്നോടൊരാൾ 3000 രൂപ അപ്പോൾ ചോദിച്ചാൽ ഞാനെടുത്ത 2000 കൂടെ അങ്ങ് കൊടുക്കും. ഞാൻ അങ്ങനെ ഒരു നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിരുന്ന സമയത്തൊക്കെ ആ പൈസയെ നമുക്ക് ആർക്കാണോ ആവശ്യമുള്ളത് അങ്ങനെ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഫുൾ കൊടുക്കലായിരുന്നു പൈസ. പിന്നീടാണ് നമുക്കൊരു സ്റ്റേജൊക്കെ എത്തുമ്പോൾ ആ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നൊരു വലിയ ഫാക്ടറാണ്. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മളുടെ കയ്യിൽ അത് നിൽക്കുക. അപ്പം ഞാനങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ കൊടുത്തൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പം ആ ലെസണൊക്കെ പഠിച്ചു വന്നപ്പോഴേക്കും സിനിമയിൽ ഒരുപാട് വർഷങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഇപ്പം ഞാൻ പഠിക്കുന്ന പാഠം, പോയത് കിട്ടിയില്ലെങ്കിലും ഇനി കിട്ടുന്നത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. പാരൻസ് ഒക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത്? സിബ്ലിങ്സ് ഉണ്ടോ? യെസ്. അച്ഛൻ അഡ്വർടൈസിങ് ഫീൽഡ് തന്നെയായിരുന്നു. ഔട്ട്ഡോർ ഹോർഡിങ്സിൻ്റെ ബിസിനസ്സായിരുന്നു. അമ്മ പക്ക ഹൗസ് വൈഫായിരുന്നു. ഞങ്ങൾ 2 മക്കളാണ്, ട്വിൻസാണ്, ഇരട്ടക്കുട്ടികളാണ്. എൻ്റെ ഒപ്പം ഒരു ആൺകുട്ടിയും കൂടി ഉണ്ട്. അവൻ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ആട് 1, ആട് 2-ലൊക്കെ. വിനായകൻ ചേട്ടൻ്റെ കൂടെയുള്ള ഗ്യാങ്ങിൽ, അവരുടെ ഡ്യൂഡന്മാരുടെ ഗ്യാങ്ങിൽ വൺ ഓഫ് ദി പേഴ്സൺ അവനായിരുന്നു. അജയ് എന്നാണ് പേര്. പിന്നീട് അവൻ സിനിമകൾക്ക് തന്നെ സബ് ടൈറ്റിൽ വർക്കുകൾ ചെയ്യാറുണ്ട്.
ഇപ്പോൾ ഒരു ഡയറക്ടോറിയൽ വെഞ്ചറിന് വേണ്ടിയിട്ടൊരു പ്ലാനിങ് ആണ്, സ്ക്രിപ്റ്റിലാണ് നിൽക്കുന്നത്. പിന്നെ എപ്പോഴാണ് ഈ ആക്ടിങ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? അത് ഞാൻ തീരുമാനിക്കേണ്ടി വന്നില്ല, ബാക്ക് ടു ബാക്ക് വർക്ക് വന്നതുകൊണ്ട് ആ ഫ്ലോയിൽ അങ്ങോട്ട് പോയി. ഇനി ഇതാണ് എൻ്റെ, ഇപ്പോൾ 10 സിനിമ കഴിഞ്ഞാൽ 20 സിനിമ കഴിഞ്ഞാൽ ഇനി ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, സിനിമയുടെ വഴിയിലേക്കായിരിക്കും പോവുക, സിനിമ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്ന സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു ഒരു 16 വർഷം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 1-2 വർഷമായിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടാ അടുത്ത പടം ചെയ്യുമ്പോൾ ഒന്ന് പറയണേ എന്ന് പോലും പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഈ അടുത്താണ്. അതും പലരും പ്രഷർ ചെയ്തിട്ട്, നീ എന്താ നിൻ്റെ സുഹൃത്തല്ലേ, നിൻ്റെ ഫ്രണ്ടല്ലേ പടം ചെയ്യുന്നത്, നിനക്കൊന്ന് വിളിച്ച് അറ്റ്ലീസ്റ്റ് ഇൻറ്റിമേറ്റ് ചെയ്തൂടെ. എല്ലാവരും ഓർത്തിരിക്കണം എന്നില്ല, നമ്മൾ 1000-10,000 പേരെ സിനിമയിൽ കാണുന്നതാണ്. ജസ്റ്റ് ഒരു റിഫ്രഷിങ് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കണം, ശരിയല്ലേ, ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാം എന്ന ചിന്ത. കാരണം നമുക്ക് പടങ്ങൾ വന്നുകൊണ്ടിരുന്നിരുന്നു, ഇനിയിപ്പോൾ വരാതിരുന്ന സമയത്ത് നമുക്ക് എന്താ പടം വരാതിരിക്കണേന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ കരിയർ ഇതാണെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ഇനീഷ്യലി തൊട്ടേ നമുക്ക് ഈ ഫീൽഡിൽ ഇപ്പം പേയ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറാണോ? എപ്പോഴും കറക്റ്റായിട്ട് പേയ്മെൻറ്റ്സ് തരും? ഉറപ്പായിട്ടും ഇല്ല. നമുക്ക് പേയ്മെന്റ്സിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചോദിക്കണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, എനിക്ക് പേയ്മെന്റ് ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ, ഞാൻ പേയ്മെന്റ് തന്നാൽ രാവിലെ അക്കൗണ്ടിൽ വീണാൽ ഡബിങ്ങിന് വരുള്ളൂ, അല്ലെങ്കിൽ സെറ്റിലേക്ക് വരുള്ളൂ, ഷോർട്ട് അഭിനയിക്കുള്ളൂ എന്നൊന്നും ഞാൻ അങ്ങനെ പറയുന്ന ഹിസ്റ്ററീസ് ഞാൻ കേട്ടിട്ടുണ്ട് പലരും. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വാങ്ങുന്നത് കിട്ടുന്നത് എന്താണോ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ചോദിക്കും, ചേട്ടാ ഇതല്ലല്ലോ ഒന്ന് പറഞ്ഞിരുന്നേ, അഞ്ജലി നമുക്ക് നെക്സ്റ്റ് പടത്തിൽ കാണാം, ഓക്കെ ശരി. ഞാൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, എനിക്കൊരു ഫോഴ്സ്ഫുള്ളി ഞാൻ ചോദിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആക്ച്വലി ആളുകൾ യൂസ് ചെയ്യാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഈ പാവത്തരം എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഞാനങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരാളല്ലാത്തത് കൊണ്ടും നോ പറയാത്തത് കൊണ്ടും ആ ഒരു ഇന്നസെൻസ് ഒരു ഹിസ്റ്ററി എനിക്കുള്ളത് കൊണ്ടും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ലൈഫിൽ ആക്ച്വലി നമ്മൾക്ക് ഒറ്റയ്ക്ക് നേരിടേണ്ട കുറേ സിറ്റുവേഷൻസ് ലൈഫിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ടൈമിലൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ആ ടൈമിൽ എങ്ങനെയാണ് സ്വയം പ്രിപ്പയർഡ് ആയത്? ഓക്കെ, ഇനിയിപ്പം ഞാൻ ഓക്കെ റെസ്പോൺസിബിൾ ആവണം, ഞാൻ ചെയ്ത് തുടങ്ങണം എന്ന് തോന്നി തുടങ്ങിയത്? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു 14-15 വയസ്സ് മുതലേ റെസ്പോൺസിബിൾസ് തലയിൽ എടുത്ത് വെക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇപ്പം അച്ഛന് ബിസിനസ് ഉണ്ടെങ്കിലും അതിനകത്തുള്ള ഉയർച്ചകളെയും താഴ്ചകളെയൊക്കെ ഞാൻ കണ്ടു മനസ്സിലാക്കുകയും അപ്പം മുതൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ട്യൂഷൻ എടുക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് പഠിപ്പിക്കുക, കുറേ തുണികളും ആക്സസറീസും ഒക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഹോൾസെയിൽ ഒപ്പിച്ചിട്ട് അത് ഞാൻ സെയിൽസിന് നോക്കും, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. ഐ വോണ്ട് റോം എനിവെയർ. വീടിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള 1 കിലോമീറ്ററിനോട് ചുറ്റളവിലുള്ള ഞാൻ ആളുകൾക്കത് എത്തിച്ചു കൊടുക്കുകയോ വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറേ സെയിൽസ് ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് പരിചയമുള്ളവർ വഴിയുള്ള ബാങ്കുകളിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഈ ഫ്രണ്ട് ഡോറിലൊക്കെ ഇങ്ങനെ നിൽക്കും, നമ്മൾ ഫോമൊക്കെ കൊടുത്തിട്ട് സർ പ്ലീസ് ഫില്ല് ചെയ്യണം, സാറിന് നെക്സ്റ്റ് ലെവലിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിൻ്റെ ഒക്കെ ഒരു ഫോം, അങ്ങനെയൊക്കെ ഞാൻ ഡെയിലി ഒരു ഇതിന് പോയിട്ടുണ്ട്, അങ്ങനെ ജോബിന് പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ ജോബിന് പോയിട്ടുണ്ട്. അത് എനിക്ക് ടൈം പാസിന് ഞാൻ പോയതല്ല, എനിക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ളൊരു ഫീലിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് ജോബിന് പോകാൻ ഇഷ്ടം ഉണ്ടായിട്ടുമല്ല. എപ്പോഴും എനിക്ക് വീട്ടിൽ വളരെ സൈലൻ്റായിട്ട് ഒതുങ്ങി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു ഹൗസ് വൈഫായിട്ട് ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ ഒഴുക്കിൻ്റെ കൂടെ പോവുമായിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെ ഞാൻ തുടക്കം ഇട്ടു, അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു വെപ്രാളത്തിൽ അങ്ങനെ ഇറ്റ് വെൻറ്റ് വെൽ. അതിനുശേഷം പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ പല ബിസിനസ്സുകൾ ചെയ്യുന്നു, ഇപ്പോഴും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നാളെ എന്ത് പുതിയ തുടങ്ങാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ വെറുതെ ഇരിക്കാതെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഒരു ടൈമിലല്ലേ ഏറ്റെടുത്ത്. എപ്പോഴെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുമ്പോൾ ഇതേപോലെ ആലോചിക്കും, ഒറ്റയ്ക്കാണ് അന്നും ഇന്നും ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ പറ്റും എന്നുള്ളത് മനസ്സിലായി. ഇപ്പം മദർഹുഡിലേക്ക് വന്നപ്പം കുറെ കൂടെ നമ്മൾ സേവ് ചെയ്യണം, മോൾക്ക് വേണ്ടി സേവ് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിച്ചെന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഓഫ് കോഴ്സ്. ഇപ്പോൾ 2 പെൺകുട്ടികളാണ്, ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലാൻസ് നമ്മൾ വെച്ചിട്ട് ഓരോന്ന് ആലോചിച്ച് ചെയ്യാറുണ്ട്.
പലപ്പോഴും ഹാഫ് ഓഫ് ദി വേയിൽ ചില സമയത്ത് അത് നമുക്ക് പലപ്പോഴും നമുക്ക് ഹാഫ് ഓഫ് ദി വേയിൽ നമുക്ക് എവിടെയെങ്കിലും അത് ഡ്രോപ്പ് അപ്പ് ആവും പ്ലാൻ. അപ്പോൾ നമ്മൾ 2 മാസം കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ വേറെ അടുത്തത് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാൻസ് ഒക്കെ ഭയങ്കര പ്ലാൻസ് ഒക്കെയാണ്. ഇപ്പം മോളും സിനിമയിൽ വന്നല്ലോ, ഫീനിക്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു, ഭയങ്കര നല്ലായിരുന്നു. അപ്പം എപ്പോഴും മോൾക്ക് സ്ക്രീനിൽ സ്വയം കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ ഈ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നോ? പിന്നെ അഫ്കോഴ്സ് അവനിക്ക് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ഇപ്പോൾ അവളുടെ സ്കൂൾ ഫീസ് ആണെങ്കിലും അവൾ ആ പേയ്മെൻറ്റിൽ നിന്ന് എടുത്ത് പോയി എന്നോട് പോലും ചോദിക്കുന്നത്, അമ്മ സ്കൂൾ ഫീസ് എടുത്തിട്ട് എൻ്റെ സാലറിയിൽ നിന്ന് സ്കൂൾ ഫീസ് എടുത്ത് അടയ്ക്കൂ. പിന്നെ എനിക്കങ്ങനെ ചെന്നൈക്ക് ട്രാവൽ ഉണ്ട്, അടുത്ത ഷൂട്ട് വന്നിട്ടുണ്ട് തമിഴ്, അപ്പോൾ എനിക്കൊരു ഇത്ര രൂപയുടെ പർച്ചേസ് വേണം, എൻ്റെ അക്കൗണ്ട് നമുക്ക് വിൽ ഗോ ഫോർ പർച്ചേസ്. അവൾക്ക് തന്നെ അവളുടെ എമൗണ്ട് ഇട്ടിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഷീ ഈസ് നൗ 13. അപ്പോൾ അവൾക്ക് ഒരു 8 to 9 years മുതലേ ഭയങ്കര മെച്ചോർഡായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയത് ഭാഗ്യത്തിന്. അപ്പം മോൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരാറില്ല അങ്ങനെ എങ്ങനെ റെസ്പോൺസിബിൾ ആവണം, അല്ലെങ്കിൽ പൈസയുടെ ഒരു വാല്യൂ കൊടുക്കാറുണ്ട്. പിന്നെ പൈസ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് മനസ്സിലാവുക. ഒരു കാര്യത്തിന് വേണ്ടി ചെറിയ പ്രായത്തിൽ മുതൽ അമ്മ അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അടുത്തേക്ക് വിളിക്കും, ഇത് ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല, അത് ഞാൻ പിന്നെ വാങ്ങിച്ച് തരാം, അല്ലെങ്കിൽ ഇത് ഞാൻ ആലോചിച്ചിട്ട് പറയാം, അത് ഞാൻ നോക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും. ഞാൻ നോ പറയില്ല, ഞാൻ പറയും ആലോചിച്ചിട്ട് പറയാം, നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിച്ചു തരാം, ഞാനൊന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അത് അവളെയും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ ചെറിയ മോളാണെങ്കിൽ പോലും ഇപ്പോൾ 3 വയസ്സല്ല ആയിട്ടുള്ളൂ, ഒരു കഴിഞ്ഞ 6 മാസം മുതൽ ഒരു വർഷം വരെ സംസാരിക്കാൻ തുടങ്ങുന്നൊരു പ്രായം മുതൽ എന്നോട് ചോദിക്കുക, അമ്മ അത് വാങ്ങിച്ചു തരുമോ, പൈസ ഉണ്ടോ അമ്മയുടെ കയ്യിൽ, അച്ഛാ അത് വാങ്ങിച്ചു തരാം, ക്യാഷ് ഉണ്ടോ, എവിടുന്നാ അത് അവൾക്ക് കിട്ടിയെന്നറിയില്ല, പക്ഷെ അവൾ ആദ്യം ചോദിക്കുക അതാണ്, പൈസ ഉണ്ടോ അമ്മയുടെ കയ്യിൽ, ഇതാണ് ആദ്യം ചോദിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ എപ്പോഴും നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവർ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നാണ് അവരും മെച്ചോർഡ് ആവുക എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഒബ്വിയസ്ലി ഇപ്പം നമ്മളുടെ കുട്ടികൾ നമ്മൾ സ്ട്രഗിൾ ചെയ്ത പോലെ സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല, എല്ലാം അവർക്ക് കിട്ടണമെന്നാണല്ലോ ചിന്തിക്കുക. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ബാലൻസ് കീപ്പ് അപ്പ് ചെയ്യുകയും വേണം. അതെ. അപ്പോൾ അത് 2 രീതിയിലും ആലോചിക്കാറുണ്ട്. ശരിക്കും ചിലവർ സ്വർണം കൊണ്ട് മൂടിയിട്ടുള്ളവരാണെങ്കിൽ പോലും അവരുടെ മക്കൾ അങ്ങനെ തന്നെ വരരുത്, സ്ട്രഗിൾ ചെയ്ത് വരട്ടെ, അവരില്ലായ്മ പഠിക്കട്ടെ, മറ്റുള്ളവരുടെ വില മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് അത് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കാത്ത പാരൻസ് ഉണ്ടാവും. ചിലവർ നമ്മളിത് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയത് ഇവർക്ക് വേണ്ടിയിട്ടല്ലേ, ഇവരതങ്ങ് അനുഭവിക്കട്ടെ, അവർ ലാവിഷായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലല്ലും കുറവും ഇല്ലാതെ ചെയ്യുന്നവരും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചിട്ടിരിക്കും. ഞാൻ എന്താണോ അത് ഞാൻ പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഇതാണ് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ സ്ട്രഗിൾ ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ഹാപ്പനിങ്സ് എത്രത്തോളം നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അറിയില്ലല്ലോ പ്രാക്ടിക്കലി. ഇപ്പോൾ പൊതുവേ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരും പൊതുവെ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഫെയിം ഉള്ളപ്പം അവർ കൂടുതൽ ഓവർ സ്പെൻഡ് ചെയ്യുകയും പിന്നെ ആ ഫെയിം പോകുമ്പം ലൈക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അതായത് ആർട്ടിസ്റ്റുകൾക്ക് ഫെയിം ഉള്ളപ്പോൾ അല്ലെങ്കിൽ ക്യാഷ് ഉള്ളപ്പോൾ അവർ നന്നായിട്ട് നിൽക്കുന്നു, പിന്നീട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നു. ഓഫ് കോഴ്സ് ഉണ്ടാവും. എനിക്കറിയാം പലരെയും, നമ്മൾ ലൈം ലൈറ്റിൽ നിന്നിട്ട് നമ്മൾ നിറയെ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരെയും പിന്നീട് നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, എടാ നിനക്ക് ഇത്ര പടങ്ങളില്ലേ, 1 by 1 നിന്നെ കാണുന്നുണ്ടല്ലോ പല സിനിമയിലും, എന്നിട്ട് എന്ത് പറ്റി? അപ്പോൾ മേ ബി പേയ്മെൻറ്റ് ഇഷ്യൂ ആയിരിക്കാം, പലയിടത്ത് സ്ഥലത്തു നിന്ന് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് വരുന്നുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ അവരുടെ ലിവിങ് സ്റ്റൈൽ അവർക്ക് അതിന് ഈക്വലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, മേ ബി എക്സ്പെൻസസ് കൂടുതലായിരിക്കും, പല ഫാക്ടേഴ്സും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളും അവരുടെ സ്ട്രാറ്റജീസും പ്ലാനിങ്സും ഒക്കെ അനുസരിച്ചിട്ടാണല്ലോ ഇരിക്കുക. ഇപ്പം ഞാനൊരു കാര്യം വാങ്ങുമ്പം എനിക്ക് വേണമെങ്കിൽ 200-നും വാങ്ങാം, 2 lakhനും വാങ്ങാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബ്രാൻഡ്. ഇപ്പോൾ ചിലവർ ആ പർച്ചേസിങ് കപ്പാസിറ്റി എങ്ങനെയാണോ ഇരിക്കുക എന്നുള്ളത് അവരുടെ ഇൻകം അനുസരിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് അറിയില്ല എങ്ങനെയാണ് അവരുടെ ലൈഫ്. പൊതുവെ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് ടൈം പ്രഷർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് പൊതുവെ അവർക്ക് ഒരു പൈസ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലൈക്ക് എങ്ങനെ അത് മാറ്റാമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണോ പൊതുവെ ആർട്ടിസ്റ്റുകൾ ഒരു മണി മാനേജ്മെൻറ്റ് പുവറാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
പകുതിയിൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ലൈഫിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരുടെ കൂടെ ഞാൻ സ്വഭാവ നടന്മാരായിക്കോട്ടെ മുമ്പിൽ നിൽക്കുന്ന നടന്മാരായിക്കോട്ടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ സർക്കിളിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴും അവരുടെ ഡിസ്കഷൻസ് കേൾക്കുമ്പോഴൊക്കെ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. എങ്ങനെ മാനേജ് ചെയ്യണം, എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് തുടങ്ങണം, എന്ത് ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ എന്ത് ചിട്ടി എടുക്കണം എന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ്. ഈ പറയുന്ന പോലെ പലരും സേവ് ചെയ്യാത്തവരും ഉണ്ട്. ഇതൊക്കെ എന്തിനാ സേവ് ചെയ്ത് വെച്ചിട്ട്, അപ്പം അങ്ങനെ വാങ്ങിക്കാൻ തോന്നുക, അവിടെ പോവുക, അപ്പോൾ യാത്ര ചെയ്യുക, അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതും ഒരു മനസ്സിൻ്റെ ഇതനുസരിച്ചിട്ടിരിക്കും. നമുക്കിതെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പോട്ടെ എന്ന് വിചാരിക്കും. എല്ലാത്തിനെയും പേടിയോടുകൂടി കാണുന്ന നാളെ എന്ത് ചെയ്യും, ഇന്ന് ഞാനിതിന് ചിലവാക്കിയ നാളെ ഞാൻ എന്ത് ചെയ്യും സിനിമ വന്നില്ലെങ്കിൽ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പലരും അങ്ങനെയല്ല, പലരും ഇങ്ങനെയാണ്. 2 ടൈപ്പ് ഓഫ് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലവർ അതിനായിട്ടുള്ള ആൾക്കാരെ വയ്ക്കും. അക്കൗണ്ടൻ്റ് ഉണ്ടാവും അവരുടെ ലൈഫിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും, പിന്നെ അല്ലാതെ നോക്കുന്ന ഹാൻഡിൽ ചെയ്യുന്ന ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ടാവും. ടു യുവർ ടൈംസ് ഇപ്പം ന്യൂ ആർട്ടിസ്റ്റ് കുറേ കൂടെ ഫിനാൻഷ്യലി അവർ കുറേ കൂടെ അവെയർ ആണെന്നാണോ തോന്നിയിട്ടുള്ളത്? എനിക്കും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ തന്നെയാണ്. കരിയറിൽ ഇപ്പോൾ ഒരു ടഫസ്റ്റ് ടൈം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ചുകൂടെ കുറേ ആർട്ടിസ്റ്റൊക്കെ വന്ന കാരണം ലൈക്ക് നമ്മളെ ഒന്നുകൂടെ നമ്മുടെ മുഖം ഒന്നുകൂടെ ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം, ലൈക്ക് യു സെഡ്. അപ്പം അതൊരു ടഫസ്റ്റ് ടൈം വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ലൈക്ക് എനിക്ക് ഫോഴ്സ് ടു ഡു. അതെ, എനിക്ക് ടഫസ്റ്റ് ടൈം എന്ന് തോന്നിയിട്ടുള്ളത് ഇപ്പം ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് പലരും വിളിക്കാണ്ടായി. എന്താ വെച്ചാൽ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഇപ്പോൾ റെമ്യൂണറേഷൻ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സെലക്റ്റീവ് ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ആ സമയത്ത് എനിക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവരെയും ഒന്ന് റീകോൾ ചെയ്യേണ്ടി വന്നു. അത് ചാൻസ് ചോദിച്ചിട്ടല്ല, അവാർഡ് കിട്ടിയെന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കണ്ട കേട്ടോ, ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യും. അവാർഡ് കിട്ടിയത് ഓക്കെ, സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യുള്ളൂ, ഫോക്കസ്ഡ് ആവുള്ളൂ, അങ്ങനെയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫിലിം ഫെയർ അവാർഡ് കിട്ടിയപ്പോഴും, ഫിലിം ഫെയർ അവാർഡ് കിട്ടുന്നതും രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ ആ ഒരു പോസ്റ്റ് പ്രഗ്നൻസി ടൈമൊക്കെ ഏകദേശം ഒരേ പീരീഡായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സിനിമ നിർത്തി. കാരണം തമിഴിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ സിനിമ ഇവിടെ നിർത്തി, അല്ലെങ്കിൽ മലയാളം നിർത്തി എന്നുള്ളൊരു ചിന്ത പലരിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. അതൊന്ന് അല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിളിക്കേണ്ടി വന്നു. ആൻഡ് ഓഫ് കോഴ്സ് ആവണി എൻ്റെ മോളാണ്. അപ്പോൾ ആവണിനെ വിളിക്കണം എന്ന് എനിക്ക് പറയാനും എൻ്റെ ഉത്തരവാദിത്തമായി. ഓക്കെ, എടാ എൻ്റെ മോളാണ്, ഇന്ന സിനിമയിൽ വന്നത് എൻ്റെ മോളാണ്, സോ നിനക്ക് ഇനി എന്തെങ്കിലും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ യു ക്യാൻ കോൾ മീ, അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിനക്ക് അവളുടെ അമ്മേനെ വിളിക്കാം കേട്ടോ എന്നൊരു കോമിക്കൽ രീതിയിലൊക്കെ പറയാനും ഒക്കെ തുടങ്ങി. അത് ഡസൻ മീൻ ദാറ്റ് അത് ഒരു സ്ട്രഗിളിങ്ങിൻ്റെ എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മൾ വിചാരിക്കും സെക്കൻഡ് പ്രഗ്നൻസിയോടുകൂടി നമ്മൾ നിർത്തി, ജോബ് നിർത്തി, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലം തമിഴ്നാട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തമിഴ് മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ അങ്ങ് സ്വയമായിട്ട് അങ്ങ് സങ്കല്പിച്ച് വെക്കും. അതിനൊന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കുക അതിനെ നിവർത്തിയുള്ളൂ. ഒരു മേജർ ഡിഫറൻസ് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയും തമിഴ് ഇൻഡസ്ട്രിയും ഇൻ ടേംസ് ഓഫ് മണി പേയ്മെന്റ്സിന്റെ ഇതിൽ? ബിഗ് ഡിഫറൻസ്. പേയ്മെന്റ് കിട്ടുന്നതിലും ഡിഫറൻസ് ഉണ്ട് ഉറപ്പായിട്ടും. കുറെ കൂടെ ഓർഗനൈസ്ഡ് ആണോ അവിടെ? ഓർഗനൈസ്ഡ് ഇപ്പം എല്ലാം 2 തട്ടും ഓർഗനൈസ്ഡ് ഒക്കെ തന്നെയാണ്. ബട്ട് കിട്ടുന്ന പേയ്മെന്റിൽ ഇപ്പം നമ്മളിവിടെ 20 ദിവസം വർക്ക് ചെയ്താലും അവിടെ 20 ദിവസം വർക്ക് ചെയ്ത് നോക്കിയാലും റെമ്യൂണറേഷൻ ഇസ് വെരി ഡിഫറെൻറ്റ് കമ്പാരിറ്റീവ്ലി. കമ്പയർ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി സെലിബ്രിറ്റീസ് ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവർ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അഞ്ജലിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിൻ്റെ ബിസിനസ് ഉണ്ട്. ബൾക്കായിട്ട് പ്രൊഡക്ട്സ് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ്. അത് ഓൾറെഡി നമുക്ക് നന്നായിട്ട് 4-5 years ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് ആഡ് ഫിലിം ഏജൻസി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഡ് വർക്ക്സും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെയും കോൺസെപ്റ്റിനും ഒക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തും? ലൈക്ക് ഇപ്പോൾ പെൻ ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, മെമെൻറ്റോസ് ആയിക്കോട്ടെ, ട്രോഫി ആയിക്കോട്ടെ, യൂണിഫോംസ് ആയിക്കോട്ടെ, വെൽക്കം കിറ്റ്സ്, ബാഗ്, ട്രോളി, വാട്ട് എവർ ദ പ്രൊഡക്റ്റസ്. അത് എന്ത് ഇവൻ്റ് ആണെങ്കിലും, വെഡ്ഡിങ് ആയാലും കോർപ്പറേറ്റ് ആയാലും കൊമേഴ്ഷ്യൽ ഇവൻറ്റ്സ് ആയാലും IT ആയാലും ഹോസ്പിറ്റൽസ് ആയാലും സ്കൂൾസ് ആയാലും കോളേജസ് ആയാലും എല്ലാവർക്കും ബൾക്കായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവരുടെ പേരിൽ വേണ്ടി വരും ടു ഗിഫ്റ്റ് ദം ഫോർ ഗീവ് അവേസ് ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്ത് ബൾക്കായിട്ട് എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ അഞ്ജലിക്ക് ഈ ഒരു സ്റ്റേജിൽ ഓക്കെ ഐ ആം ഫിനാൻഷ്യലി സെക്യൂർ എന്നുള്ളൊരു ഫീല് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് നമുക്ക് ഓരോ ദിവസവും ഓരോ റെസ്പോൺസിബിലിറ്റി കൂടുതലല്ലേ. ഇപ്പോൾ ആദ്യത്തെ ഒരു മോളുള്ള സമയമല്ലല്ലോ, ഇപ്പോൾ 2 പെൺകുട്ടികളായി, ഇപ്പോൾ 2 പേരുടെ ആവശ്യങ്ങളായി.
സോ അപ്പം നമുക്ക് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം 2 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ 2 കാര്യങ്ങൾക്ക് നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതിനനുസരിച്ച് ട്രാവൽസ് വരും, മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മണി ഇൻവെസ്റ്റ് ചെയ്ത് മണി പോയി എന്ന് വരും. അപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ നമ്മൾ അടുത്തൊരു പരിപാടിയിലേക്ക് നോക്കണം. നമുക്ക് എപ്പോഴും പൈസ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകണമെന്നില്ല. അത് ഇറ്റ്സ് എ ചെയിൻ, അതിങ്ങനെ വന്നും പൊക്കോണ്ടിരിക്കും. ഇറ്റ്സ് എ റോൾ. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം കൂടുതൽ കിട്ടുന്നു, എത്രത്തോളം കുറച്ച് പോകുന്നതനുസരിച്ചിട്ടിരിക്കും. ഒരുപാട് കൂടുതൽ പോവുകയും കുറച്ച് കിട്ടുകയും ചെയ്താലും അതും മാനേജ് ചെയ്യാൻ പ്രോബ്ലമാണ്. അതുകൊണ്ട് യെറ്റ് നൗ വി ആർ ഇൻ ലൈക്ക് അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു സ്ട്രഗ്ലിങ്ങിൻ്റെ ഒരു ഫേസസ് നമുക്ക് കയറി ഇറങ്ങി തിരമാലകൾ പോലെ നമ്മൾ ലൈഫിൽ പോകാറുണ്ട്. വാട്ട് അക്കോർഡിംഗ് ടു യു ഇസ് ലൈക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു? ഓക്കെ, ആ ഒരു സ്റ്റേജ് എത്തുന്നത് വാട്ട് ഇസ് അക്കോർഡിംഗ് ടു യു? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സമാധാനവും സന്തോഷവുമാണ്. അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്കിപ്പോൾ നമ്മൾ കോടികളൊക്കെ വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കട്ടിലിൻ്റെ മേലെ കിടന്നാലും സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസ എടുത്തു വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യം പൈസയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ സന്തോഷവും സമാധാനവും ഒരേപോലെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റണം. ദീസ് ആർ ദ 3 അസറ്റ്സ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റൊന്നിനെ പൊക്കി നിർത്തിയിട്ട് കാര്യമില്ല. അഞ്ജലി, നമുക്കൊരു റാപ്പിഡ് ഫയർ സെക്ഷൻ ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് അപ്പം തന്നെ. പൈസ കടം കൊടുത്തിട്ട് കിട്ടാതിരുന്നുണ്ടോ? ഇഷ്ടം പോലെ, ലോട്ട്സ് ഓഫ് 30 to 35 lakhs വരെ കിട്ടാതിരുന്നിട്ടുണ്ട്. പ്ലാനർ ആണോ റിസ്ക് ടേക്കർ ആണോ? രണ്ടുമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്ലാനറുമാണ്, റിസ്ക് ഭയങ്കരമായിട്ട് എടുക്കുന്നുമുണ്ട്, സ്റ്റിൽ എടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് അഞ്ജലി ഇപ്പം പൈസ സേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? അങ്ങനെയില്ല, ഞാൻ പെട്ടെന്ന് എനിക്കും ഹസ്ബൻഡിനൊക്കെ ആദ്യം തോട്ട് വരിക ഞാൻ പെട്ടെന്ന് ചിട്ടി എടുക്കുക, അങ്ങനെയാണ് പെട്ടെന്ന് പോവാറ്. ഏതെങ്കിലും ഒരു ചിറ്റ് ഫണ്ട്സിലേക്ക് ഇൻറ്റിമേറ്റ് ചെയ്യും, അതെടുക്കും, അതിൻ്റെ അടുത്ത ഒരു പീരീഡ് കഴിയുമ്പം അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് വേഗം ചെയ്യുക. പിന്നെ LIC പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്, ഒരു വഴി കൂടെ പോകുന്നുണ്ട്. ബൈ ആൻഡ് തിങ്ക് ലേറ്റർ ആണോ അതോ 10 times തിങ്ക് ചെയ്തിട്ടാണോ ബൈ ചെയ്യുക? 10 times തിങ്ക് ചെയ്തിട്ടാണ് ബൈ ചെയ്യുക. ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റാണ്, ബൈ ആൻഡ് ആഫ്റ്റർ തിങ്കിങ് ആണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയുടെ ആഡ് ഫിലിം മേക്കർ ആയതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു എന്തെപ്പോൾ കണ്ടാലും അതാദ്യം വാങ്ങി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ഇതാണ്. ഞാൻ വേണോ എന്നൊരു 1000 വട്ടം ഞാൻ ചോദിക്കും, നീ അത് വാങ്ങിക്കുക, നിനക്കത് വേണമെങ്കിൽ നീ വാങ്ങിക്കുക, നിനക്ക് ഇഷ്ടമെങ്കിൽ നീ അത് വാങ്ങിക്കുക എന്ന് അങ്ങനെയാണ് പുള്ളിക്കാരൻ. ഞാനൊരു 1000 വട്ടം ചിന്തിക്കും. ക്യാഷ് ആണോ എപ്പോഴും ക്യാഷ് കയ്യിൽ വേണം അങ്ങനെയാണോ അതോ ഇപ്പം UPI അങ്ങനെയാണോ? UPI ആണ് ചെയ്യാറ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് അമ്പലം കൂടുതലായതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് UPI പെട്ടെന്ന് നടക്കില്ല, നമുക്ക് ക്യാഷായിട്ട് തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല സമയത്തും ക്യാഷ് എടുത്ത് വെക്കണം എന്ന് എപ്പോഴും ആലോചിക്കും. പക്ഷേ പലപ്പോഴും പറ്റാറില്ല. എവിടെയെങ്കിലും ചിലവായി പോവുകയും വീണ്ടും UPI പരിപാടി ചില സമയത്ത് നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ UPIൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കും. അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ഓരോ പോലെ ചെയ്യുക. ഇപ്പം ബെസ്റ്റ് റോൾ മോഡൽ ആയിരിക്കും മണി മാനേജ്മെൻറ്റിൽ കണ്ടിട്ടുള്ള? ബെസ്റ്റ് റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കളിലും കണ്ടിട്ടുണ്ട്, ഫാമിലീസിലും കണ്ടിട്ടുണ്ട്. കൃത്യമായി പൈസ വാങ്ങുമ്പം ചിലവർ സ്ഥലം വാങ്ങി കൃത്യമായിട്ട് ഇടുന്നത് കാണാം, ചിലവർ കൃത്യമായിട്ട് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കാണാം, ഗോൾഡ് വാങ്ങി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത് കാണാം. പലരും പല രീതിയിൽ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കൃത്യമായൊരു പ്ലാനർ ബുക്ക് വെച്ചിട്ട് ഇന്നത്. ചിലവരൊക്കെ നമ്മൾ തേങ്ങ വാങ്ങി 2 തേങ്ങ വാങ്ങി മറ്റേത് മറിച്ചത് വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അക്കൗണ്ടിങ് ആയിട്ട് ചെയ്യുന്നത് കാണാം. എനിക്ക് ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട്. അങ്ങനെ അമ്മയാണോ അച്ഛനാണോ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്തിരുന്നത് ഫിനാൻസ് തോന്നിയിട്ടുള്ളത്? അമ്മ ഇങ്ങനെ എഴുതുമായിരുന്നു. ഇതേപോലെ ഈ അക്കൗണ്ട്സിങ്ങിൻ്റെ ഒരു ബുക്ക് വെച്ചിട്ട് അന്നുള്ള എക്സ്പെൻസുകളെല്ലാം എഴുതി ടാലി ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 1000 2000 എന്തെങ്കിലും 10,000 കിട്ടിക്കഴിഞ്ഞാൽ ആ 10,000 എങ്ങോട്ട് പോയി എന്നുള്ളത് ആ ബുക്ക് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രായം വരെ എനിക്ക് തോന്നുന്നൊരു 10-12 വർഷത്തോളം ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെയോ ലോസ് ദെയർ പരിപാടി. അച്ഛനും പിന്നെ കുറേയൊക്കെ വയ്യാതെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പം വരുന്നത് നിർത്തിയതുകൊണ്ടാവാം, വരുമാനം നിന്നതുകൊണ്ടാവാം ആ ബുക്ക് പിന്നെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് എപ്പോഴും ആ ഫ്ലേവേഴ്സ് എനിക്ക് വരാറുണ്ട്. ഞാൻ ചില സമയത്ത് ഇതേപോലെ ബുക്ക് എടുത്ത് വെച്ചിട്ട് എന്താ അവിടെ പോയി ഇപ്പം എൻ്റെ മോൾ ആവണി പറയും, അമ്മ ഒരിക്കലും പൈസ കിട്ടുമ്പോൾ നമ്മളങ്ങനെ എഴുതി വെക്കരുത്. ഒന്ന് നമുക്കത് കാണുമ്പോൾ ടെൻഷൻ,
എവിടെ പോയി എന്തിനു പോയി എന്നുള്ളത്. അങ്ങനെ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചെയ്യാൻ തോന്നുന്നില്ല. പൈസ നമുക്ക് വരില്ല അമ്മേ. വരുന്ന പൈസയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. അതൊരു സ്ഥലത്ത് ഇരുന്നോട്ടെ, ഇനി എക്സ്പെൻസീവ് ആണെങ്കിൽ അങ്ങനെ ഭയങ്കര ടോക്കാവുള്ളത്. എവിടെ നമ്മൾ ഗ്രാബ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. 13 years ഞാനിത് പറയും. അപ്പോൾ അവളുടെ എക്സ്പെൻസസ് സാലറി കിട്ടുമ്പോൾ തന്നെ സേലേക്ക് ഒരു 50,000 കിട്ടുകയാണെങ്കിൽ 40 എടുത്ത് ബാങ്കിൽ കൊണ്ടിട്ട് 10 അവളുടെ കൈ കൊടുത്തിട്ട് പറയും, ഈ 10 നീ ചോദിച്ചുകൊണ്ട് ഞാൻ തരികയാണ്, അപ്പം നീ അത് കറക്റ്റായിട്ട് നീ അത് എവിടെയാണെന്ന് വെച്ചാൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം. ചുമ്മാ കണ്ടത് അങ്ങനെയല്ല, എഴുതി വെക്കണം. അമ്മ എഴുതി വെക്കാനൊന്നും ഞാനില്ല. എനിക്ക് 10-ന് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ഞാൻ ചെയ്യും. അത് കൃത്യമായി ചെയ്യാനുള്ളൊരു ഇത് എനിക്കുണ്ട്, പവർ എനിക്കുണ്ട്. ബട്ട് ഞാൻ എഴുതിയൊന്നും വെക്കില്ല. അങ്ങനെ എഴുതി വെച്ചാൽ അത് പൈസ വരില്ല അമ്മേ എന്ന് പറയും. ഞാൻ ഓക്കെ, നിൻ്റെ കൺസെപ്റ്റ്, നീ അത് വെച്ചിട്ട് നോക്കട്ടെ എന്ന് പറയും. ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യണം എന്തിനാണ് അഞ്ജലി പേഴ്സണലി? ഉറപ്പായിട്ടും വീട്ടിലെ ഗ്രോസറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കാരണം ഞാനൊന്നും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറില്ല. ഞാനൊരു ഇൻ കേസ് ഇപ്പം ലിറ്ററലി സേയിങ് ഒരു ചെരുപ്പ് വാങ്ങി ഞാനൊരു 6-8 മാസമൊക്കെ ഞാൻ ആ ഒരു ചെരുപ്പുണ്ട്. അത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് സെൽഫ് തോന്നില്ല. ഇനി ഞാൻ ഈ ചെരുപ്പിട്ടുകൊണ്ട് പോയ പണി കിട്ടും അത്രയും ഇതായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ചെരുപ്പ് പോലും വാങ്ങുള്ളൂ. ഞാൻ എൻ്റെ സെൽഫ് ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഇപ്പോൾ കോസ്റ്റ്യൂംസൊക്കെ ആണെങ്കിൽ തന്നെ ഫ്രണ്ട്സിൻ്റെ ബൊട്ടീക്കിൽ നിന്നൊക്കെ ചില സമയത്ത് നമുക്ക് കൊളാബറേഷൻസ് ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഇടുന്നല്ലാണ്ട് ഡ്രസ്സ് പർച്ചേസിങ്ങോ. എൻ്റെ ഹസ്ബൻഡ് ആയാലും പറയും, നീ ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ മോള് പറയും ആർട്ടിസ്റ്റാണ് അമ്മ ഡ്രസ്സ് വാങ്ങ്. ഇപ്പോൾ ട്രെൻഡ്സ്, മാക്സ് പോലെ എന്തോരം സ്ഥാപനങ്ങളുണ്ട്. അപ്പോഴും ഞാൻ ആലോചിക്കും, ഞാൻ ഡ്രസ്സ് വാങ്ങിയാൽ പിന്നെ ഇനി നാളെ സമയത്ത് ഇവർക്ക് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ. എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല, എനിക്കങ്ങനെ വാങ്ങണം എന്നുള്ളൊരു ഇതുമില്ല. അപ്പം ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരാളവിടെ കുറഞ്ഞു, പിന്നെ ബാക്കി അവരുടെ ഇഷ്ടമാണ്. അവർ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ചെറുപ്പം മുതലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കൺസേൺഡും അല്ല, പർച്ചേസിങ് കൺസേൺഡ് അല്ല. അപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫയർ സെക്ഷൻ കഴിഞ്ഞു. സോ ഇപ്പോൾ ഇനിയിപ്പം ഒരു ഫ്യൂച്ചർ എന്തൊക്കെയാണ് പ്രോജക്ട്സ്, എന്തൊക്കെയാണ് ഇപ്പം ഓൾറെഡി ലൈനപ്പ് ആയിട്ടുള്ളത്? അതേപോലെ തന്നെ ലൈക്ക് വാട്ട് ഈസ് ദ മെസ്സേജ് യു വോണ്ട് ടു ഗിവ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്ക് ഫ്രം യുവർ എക്സ്പീരിയൻസ് ഇതുവരെ? ഓക്കെ, ഞാനിപ്പം ഇനി റിലീസിന് ഒരുങ്ങാനുള്ളത് അനന്തൻ കാട് എന്ന് പറഞ്ഞിട്ട് മുരളി ഗോപിയേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത മൂവിയാണ്. അതിൽ മുരളിയേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ്. തമിഴ് മൂവി ആക്ടർ ആര്യാണ് നായകനായിട്ടുള്ളത്. ഒരുപാട് ലാംഗ്വേജസിൽ നിന്ന് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ അതിൽ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് സുരാജേട്ടൻ്റെ സിസ്റ്റർ റോൾ ചെയ്ത ഒരു പടം റിലീസിന് ഒരുങ്ങുകയാണ്. ദെൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സിസ്റ്ററായിട്ട് ചെയ്ത റിവോൾവർ റിങ്കോ റിലീസിന് ഒരുങ്ങുകയാണ്. അതിൽ ആവണിയുണ്ട് ഒരു ക്യാരക്ടർ റിവോൾവർ റിങ്കോയിൽ. പിന്നെ ഹാഫ് എന്ന് പറയുന്ന സിനിമ രാജസ്ഥാനിൽ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതിൽ എൻ്റെ മോളായിട്ടാണ് ആവണി. സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനകത്തൊരു നല്ല റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണിപ്പോൾ ഓൺഗോയിങ് പ്രൊജക്റ്റുകളും റിലീസിന് ഒരുങ്ങുന്നതും ഒക്കെ. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഒരു തമിഴ് പ്രൊഡക്ഷനിൽ മലയാളം മൂവിയാണ്. അത് ഹീറോ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അതാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളൊരു അടുത്ത മൂവി. ആൻഡ് ദെൻ മെസ്സേജ് ടു ബി ഗിവൺ ഇസ് ലൈക്ക്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ സിനിമ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാലും നാളെ ചിലപ്പോൾ അതിനൊരു കോമയോ ഫുൾ സ്റ്റോപ്പോ ഒക്കെ ഇടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പാരലലി എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാവണം, ഒരു ബിസിനസ് ചെയ്തിരിക്കണം. ഏതൊരു ആക്ടറും ഞാൻ പറയുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഉയരത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടല്ല, സെക്കൻഡറിയും അല്ലെങ്കിൽ തേർഡ് ബേസിസിലൊക്കെ വരുന്ന അത്രയും നടന്മാരോ നടിമാരോ എന്തെങ്കിലും ഒരു സെക്കൻഡറി ഇൻകം അവർ കണ്ടിരിക്കണം. അപ്പോൾ നാളെ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കാലം സിനിമ ഇല്ലെങ്കിൽ ഒരു 2 to 3 months അല്ലെങ്കിൽ 6 months സിനിമ ഇല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. അപ്പോൾ അതില്ലാതെ ഒരുപാട് പേര് കൈവീശി വരാറുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പട്ടിണിയിലായി സിനിമയില്ല എന്ന് പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകരുത് ലൈഫ്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും. പുതിയതായിട്ട് അഭിനയിക്കാൻ ആഗ്രഹം വരുന്ന പല പയ്യന്മാരും പെൺകുട്ടികൾ എന്നെ വിളിക്കുമ്പോഴും ഞാൻ പറയും, നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഇൻകം ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം കം ഫോർ ദ ഓഡിഷൻ അല്ലെങ്കിൽ ഗോ ഫോർ ദ ഓഡിഷൻ. അത് നിങ്ങൾക്ക് ലൂസ് ചെയ്താലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളൊരു കാര്യം. സോ താങ്ക് യു സോ മച്ച് അഞ്ജലി. ഈ ഇത്രയും ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിലും UK ആൻഡ് നമ്മുടെ ഒരു പുതിയ കോൺസെപ്റ്റായിരുന്നു ഒരു ഫിനാൻഷ്യൽ ടോക്ക് എന്നുള്ള രീതിയിൽ. സോ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് UK താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കും നല്ല പുതിയൊരു അനുഭവമായിരുന്നു. ഇതിനെ മാത്രം റിലേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ദൃശ്യം 2-നെ പറ്റി ചോദിക്കുമോ, ദൃശ്യം 3-നെ പറ്റി ചോദിക്കുമോ, ലാലേട്ടനെയാണോ മമ്മൂക്കയാണോ ഇഷ്ടം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അതിൽ നിന്നൊക്കെ മാറി ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുറേ ചോദ്യങ്ങളായിട്ട് എനിക്കും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു അവസരം തന്നതിൽ നിങ്ങൾക്കും ഏറെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.